ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രിപ്പിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ്. അങ്ങനെ ഇതാ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നമ്മൾ മൂന്നാറിൽ നിന്ന് നമ്മൾ വിട വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ പോകുന്നത് ആലപ്പുഴയാണ്. ആലപ്പുഴ ഹൗസ് ബോട്ടിൽ 1 ഡേ സ്റ്റേ ചെയ്യണമെന്ന് ഇപ്പച്ചിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഇതാ നമ്മൾ ഹൗസ് ബോട്ട് നിർത്തിയിടുന്ന ഒരു സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അപ്പുറത്ത് കായലാണ് ഗൈസ്. അപ്പോൾ ഈ ഒരു നിർത്തുന്ന ഈ ഭാഗത്ത് ഫുള്ള് പായലാട്ടോ. പക്ഷെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത്ര വലിയ പായലൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമുക്ക് ഗൈഡ് കാണിച്ചു തന്ന ബോട്ട്. അപ്പോൾ ഒരുപാട് ബോട്ടുകളുണ്ട്, അടിപൊളിയായിട്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഹൗസ് ബോട്ടിൽ കയറുന്നത്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ബോട്ട്. അപ്പോൾ ഞാനും നാമി അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഉമ്മച്ചിയാണ് കേട്ടോ ഇത് വീഡിയോ എടുക്കുന്നത്. പിന്നെ എൻ്റെ കയ്യിൽ തന്നെ ആയി ക്യാമറ. അപ്പോൾ ഈ കയറി വരുന്ന ഭാഗത്ത് തന്നെ ആയിട്ടാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത്. പിന്നെ മുകളിലോട്ട് ഉള്ള സ്പേസ്. പിന്നെ ഇതാണ് ഫസ്റ്റത്തെ റൂം. AC ഉണ്ട്. ഇതൊക്കെ ഓണായിരുന്നു. നമുക്ക് കിടക്കാൻ നേരത്തെ ഒരു സ്റ്റോപ്പിൽ കൊണ്ടുപോയി നിർത്തും. എന്നിട്ട് അവിടുന്ന് ഓല് കറണ്ട് ഇതാക്കിയിട്ട് അങ്ങനെ എന്തോ ആണ് ഓല് പറഞ്ഞിരുന്നത്. എന്നാലും കിടക്കുമ്പോൾ AC ഉണ്ടായിരുന്നു. പിന്നെ ഇതാ അടുത്ത റൂം ഇവിടെ ആയിരുന്നു കേട്ടോ ഉമ്മച്ചിയും ഉപ്പച്ചിയും കിടന്നിരുന്നത്. അടിപൊളിയായിരുന്നു. ഈ രാത്രി ചില സമയത്ത് കാറ്റൊക്കെ അടിക്കുമ്പോൾ ഇങ്ങനെ ബോട്ട് ഇങ്ങനെ ആടുണ്ടായിരുന്നു. വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ഇതാണ് നമ്മുടെ ബോട്ടിൻ്റെ മുകൾ ഭാഗം. ഇവിടെ 2 സോഫ വരുന്നുണ്ട്. പിന്നെ അവിടുന്ന് നമുക്ക് അതിൻ്റെ മുകളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് കായലിൻ്റെ വ്യൂ ഒക്കെ കാണാം. അങ്ങനെ നമ്മൾ വീണ്ടും അടിയിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ബോട്ട് സ്റ്റാർട്ടാക്കാനായിട്ടില്ല. അപ്പോൾ അവൾ എന്തോ ഫുഡിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയതാണ്. അപ്പോൾ അയാൾ തിരിച്ച് വന്നിട്ട് നമ്മുടെ ബോട്ട് സ്റ്റാർട്ടാക്കുള്ളൂ. അപ്പോൾ നമ്മൾ എത്തിയത് ഒരു ഉച്ച നേരത്തായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല. ഏകദേശം 2 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അങ്ങനെ നമ്മളെ ലഗേജൊക്കെ റൂമിൽ കൊണ്ടുവന്ന് വെച്ചു. ഞാൻ ഇങ്ങനെ വെള്ളത്തിലോട്ട് നോക്കാട്ടോ. ഓളെൻ്റെ ചെരുപ്പും അതേപോലെ അമാലുവിൻ്റെ ഹെയർ ബാൻഡും ഓള് വെള്ളത്തിലിട്ടു. പിന്നെ ടോയ്ലറ്റൊക്കെ അടിപൊളി, അത്യാവശ്യം നല്ല നീറ്റായിരുന്നു. പിന്നെ കായലത്തെ വെള്ളമായിരുന്നു കേട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ നമുക്ക് വന്ന പാടെ വെൽക്കം ഡ്രിങ്ക് തന്നു. അവിടെ ബാക്കിലാണ് കേട്ടോ കിച്ചൺ വരുന്നത്. നമ്മൾ കിച്ചൺ വീഡിയോ എടുത്തിട്ടില്ല തോന്നുന്നു. അങ്ങനെ നമ്മുടെ ഡ്രൈവർ എത്തിയിട്ടുണ്ട്. നമ്മൾ കായലിലോട്ട് പോകാൻ നിൽക്കുകയാണ്. കായൽ തന്നെയാണ്, പക്ഷെ നമ്മൾ കായലിന് നടുഭാഗത്തേക്ക് പോകാൻ നിൽക്കണം. അങ്ങനെ നമ്മുടെ ബോട്ട് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ബോട്ട് നീങ്ങി അടിപൊളിയായിരുന്നു. ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കായിരുന്നു. എനിക്കൊരു ബീച്ചിക്കൊക്കെ പോയൊരു എക്സ്പീരിയൻസ് ആട്ടോ കിട്ടിയത്. നല്ല കാറ്റായിരുന്നു. പിന്നെ നമ്മുടെ യൂട്യൂബർ അർച്ചനാദേവ് എൻ്റെ വീട് ഇവിടെ എവിടെയോ ആണ്. അതുപോലത്തെ കുറേ വീഡിയോകൾ ഞാൻ കണ്ടു. അവരുടെ വീഡിയോയിൽ നമ്മളിങ്ങനെ ബോട്ടിലൊക്കെ നിന്നിട്ട് ഇങ്ങനെ പാത്രമൊക്കെ കഴുകില്ല, അതേപോലെ ഞാൻ കുറേ ചേച്ചിമാരൊക്കെ കണ്ടു കായലിൽ നിന്നിങ്ങനെ കഴുകണതും. അടിപൊളിയായിരുന്നു കേട്ടോ കാണാൻ, നല്ല രസമുണ്ടായിരുന്നു. ഇങ്ങനെ അവിടുത്തെ അതേപോലെ തന്നെ ബോട്ട് സ്റ്റാൻഡ്, നമ്മൾ ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞ പോലെ സഞ്ചരിക്കുന്നത് ബോട്ടിലാണ്. അങ്ങനെ നമ്മുടെ ഉച്ചക്കത്തെ ലഞ്ച് വന്നിട്ടുണ്ട്. സാമ്പാർ, ഉപ്പേരി, പിന്നെ ആലപ്പുഴയുടെ സ്പെഷ്യൽ പറയണ്ടല്ലോ കരിമീൻ പൊള്ളിച്ചത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ലഞ്ച്. നാമി അവിടെ എല്ലാം കൂടെ എടുത്തിട്ട് വാരി ഒരു കഥ ആക്കിയിട്ടുണ്ട്. പിന്നെ നൈറ്റായപ്പോൾ ഇത് നൈറ്റത്തെ ഡിന്നറാട്ടോ. പിന്നെ നമ്മൾ കുറേ സംസാരിച്ചിരുന്നു. പിന്നെ സ്റ്റോപ്പ് ചെയ്തു. നമ്മൾ മീനൊക്കെ വാങ്ങാൻ വേണ്ടി പോയിരുന്നു. അവിടുന്ന് കുറേ ലേസൊക്കെ വാങ്ങിച്ചിരുന്നു, അതൊക്കെ കഴിച്ചു. പിന്നെ നൈറ്റ് ആയപ്പോൾ നമ്മൾക്ക് കൊഞ്ച് പൊരിച്ചതും പിന്നെ ചിക്കൻ കറിയും ചപ്പാത്തിയും അതന്നെയായിരുന്നു. അങ്ങനെ നമ്മുടെ ഉറക്കം കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ആയി. ഇത് വള്ളംകളി പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരാണ് ഗൈസ്. ഇവിടെയല്ല നമ്മുടെ ഈ ഒരു നെഹ്റു ട്രോഫി വള്ളംകളിയൊക്കെ നടക്കൽ. ഉപ്പച്ചിക്ക് അതൊക്കെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ പോയപ്പോത്തിന് നമ്മുടെ ഈ ഒരു വള്ളംകളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് അടുത്തതിനുള്ള പ്രാക്ടീസാണ് തോന്നുന്നു. വില കണ്ടില്ല, നീല യൂണിഫോം ഇട്ട മാതിരി എല്ലാവരും ഒരേ ജേഴ്സിയാണ് എന്താണെന്നറിയില്ല, ഒരേപോലെ. അങ്ങനെ കുറേ ഹൗസ് ബോട്ട്സൊക്കെ ഉണ്ട്. ഇവിടെ വിദേശികളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ കുറേ സായിപ്പിനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇവിടുന്ന് വെക്കേറ്റ് ആവാനായിട്ടുണ്ട്. നമുക്കൊരു കോഫി കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് ഗൈസ്. അപ്പം നാമി അതിരുന്ന് കുടിക്കുകയാണ്. ഇത് ഞാൻ ഫസ്റ്റ് കയറിയപ്പോൾ എടുത്ത വീഡിയോ ആയിരുന്നു കേട്ടോ. കയറി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമുള്ള എടുത്ത്. നാമി പറയുന്നത് കേട്ടു നോക്കൂ ഗൈസ്. നമ്മൾ എങ്ങോട്ടാ വന്നിട്ടുണ്ടേ?
ഞാമിനിട്ടെ. അങ്ങനെ ഗൈസ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഇഡ്ഡലിയും സാമ്പാറും ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ റൂം വെക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബാഗ് പാക്കിങ്ങിലൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ബോട്ടിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഫുഡ് രാവിലെ വെൽക്കം ഡ്രിങ്ക്, അതായത് ഞങ്ങൾ വന്ന അന്ന് വെൽക്കം ഡ്രിങ്ക്, പിന്നെ ഉച്ചക്ക് ലഞ്ച്, അത് നിങ്ങൾ കണ്ടല്ലോ, ഞാൻ ഇതിൽ കാണിച്ചു തന്നു. പിന്നെ രാത്രിയായിരുന്നു. പിന്നെ വൈകുന്നേരം ചായയും പിന്നെ പഴംപൊരി. പിന്നെ രാത്രി കൊഞ്ച് പൊരിച്ചത്, കൊഞ്ച് നമ്മൾ വാങ്ങിയതായിരുന്നു. പിന്നെ ചിക്കൻ കറി, ചപ്പാത്തി. പിന്നെ ഇതാ പിറ്റേ ദിവസത്തെ അങ്ങനെ നമുക്ക് പിറ്റേ ദിവസമായപ്പോഴത്തേന് മോർണിംഗ് കോഫി തന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡലിയും സാമ്പാറായിരുന്നു. അപ്പോൾ ഇത് അവർ ഫുഡ് വേണോ വെച്ചപ്പോൾ നമ്മൾ കിച്ചണിക്ക് പോയതാണ്. അപ്പോൾ അവിടെ നിന്ന് എടുത്ത വീഡിയോ കേട്ടോ. അപ്പോൾ ഞാൻ കുളിക്കായിരുന്നു. ഇപ്പം തന്നെ വിളമ്പി വെച്ച് കഴിഞ്ഞാൽ ചൂടാറിപ്പോവല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ മുകളിലത്തെ ഒരു ഹൗസ് ബോട്ടിൻ്റെ മുകളിലത്തെ നിലയിലുള്ള ഒരു വ്യൂ. അത് കഴിഞ്ഞിട്ട് നമ്മളിതാ എറണാകുളം എത്തിയിട്ടുണ്ട്. നമ്മൾ അടുത്ത ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മൾക്ക് കൊച്ചി ലുലു മാൾക്ക് പോകാമെന്നാണ്. അങ്ങനെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അത്യാവശ്യം കുറേ അടിക്ക് പോകാനുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല വലിയ ലുലു മാളാണ്. അപ്പോൾ പോയവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ മുകളിലത്തെ ഫ്ലോറിലോട്ട് പോവാണ്. അപ്പോൾ ഇവിടെ ചെന്നിട്ട് ഞാൻ ഇന്ന് വരെ തിയേറ്ററിൽ പോയിട്ടില്ല. അപ്പോൾ അങ്ങോട്ട് പോകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ ട്രിപ്പ് പോയ എന്നൊക്കത്തെ ട്രെൻഡായിട്ടുള്ള മൂവി ബോഗൻവില്ലായിരുന്നു. അപ്പോൾ നമ്മൾ അത് തന്നെ കാണാമെന്ന് വിചാരിച്ചു. പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ രസമില്ലായിരുന്നു. കുറച്ച് ത്രില്ലഡ് ആയിട്ടുള്ള ഒരു പടമാണ്. ത്രില്ലല്ല, ഒരുമാതിരി ചടപ്പ് പടമായിരുന്നു. എനിക്ക് തീരെ ഇഷ്ടമായില്ല കേട്ടോ. ഞാൻ എൻ്റെ നിർബന്ധത്താലാണ് പോയത്. വേറൊരു പടം ഉണ്ടായിരുന്നു, നമുക്ക് അതിന് പോകാൻ കുറേ പറഞ്ഞാണ്. പക്ഷെ എനിക്ക് ബോഗൻവില്ലിൻ്റെ ആ ഒരു സോങ് കേട്ടപ്പോൾ എനിക്ക് കാണുന്ന ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ ഉദ്ദേശിച്ചത്ര രസമില്ലായിരുന്നു. അങ്ങനെ നമ്മൾ ലുലു മാളിൻ്റെ മേലെ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ തിയേറ്റർ, PVR ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തു. ഒരു അടിപൊളി ലക്ഷറി വൈബാണ് കേട്ടോ ഇതിൻ്റെ അകത്തേക്ക് പോകുമ്പോൾ. പിന്നെ ഇവിടെ ചെക്കിങ് ഉണ്ട്, ഫുഡ് അലൗഡ് അല്ല. മിക്ക തിയേറ്ററിലും അങ്ങനെ ആയിരിക്കും. നമ്മൾ ഈ ഷോർട്സിലൊക്കെ കാണുമല്ലോ. അപ്പോൾ ഇതാ അടിപൊളിയായിരുന്നു. എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഈ ലൈറ്റ്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അടിപൊളി ലക്ഷറി വൈബായിട്ടുള്ള നമ്മുടെ തിയേറ്റർ ആയിരുന്നു ഇത്. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു. സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നല്ല വിശപ്പുണ്ടായിരുന്നു, നമ്മളൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ നമ്മളിതാ മക്ഡൊണാൾഡിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് നമ്മൾ ബർഗറും പിന്നെ സ്പ്രൈറ്റ്, നമ്മുടെ കൂൾ ഡ്രിങ്ക്സ് ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാമിക്കൊരു ബെറി ഷേക്കായിരുന്നു, അല്ല സ്മൂത്തി ആയിരുന്നു. പക്ഷെ നമ്മൾ പ്രതീക്ഷ അത്ര ടേസ്റ്റ് ഇല്ലായിരുന്നു. നല്ല എസൻസിൻ്റെ ഒരു കുത്തിച്ചോയ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാ നമ്മൾ മൂവി കാണാൻ വേണ്ടി പോവാണ്. നമ്മൾ ഒരു 1/4 മണിക്കൂറായിട്ട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ മൂവി സ്റ്റാർട്ടായിട്ടില്ലായിരുന്നു. ഭാഗ്യത്തിന് നമ്മൾ ഫസ്റ്റ് വരുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇതെനിക്ക് കാണാനേ ഇഷ്ടമല്ല. നമ്മളിങ്ങനെ എപ്പോഴാണ് വരാന്ന് തന്നെ സാധാരണ നമ്മൾ ഫോണിലൊക്കെ കാണായാലും ഞാൻ വേഗം അവിടുന്ന് സ്കിപ്പ് ചെയ്യലാണ്. അങ്ങനെ നമ്മൾ മൂവിയൊക്കെ കണ്ടു. നമ്മളിതാ KFC കഴിക്കാൻ വേണ്ടി ലഞ്ച് KFC കഴിക്കാൻ വേണ്ടി നമ്മൾ KFCൻ്റെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബർഗറും പിന്നെ പെപ്സി ആയിരുന്നു ഓർഡർ ചെയ്തതിൻ്റെ ഈ ഒരു കോംബോ കേട്ടോ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫണ്ടൂറ് കയറി.
നമ്മൾ 2 റൈഡിൽ കയറിയിട്ടുള്ളൂ. നമുക്ക് ടൈമില്ലായിരുന്നു. അമാലുദ്ദീനും ഞാനൊരു ബാസ്ക്കറ്റ് ബോളാണ് തോന്നുന്നു, അതിലായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് ഗെയിംസ് ഉണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. എനിക്ക് ഈ ലൈറ്റിങ് ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര കളർഫുള്ളായിട്ട് കുട്ടികളെ പെട്ടെന്ന് അട്രാക്റ്റീവ് ആക്കുന്ന ഒരു രീതിക്കാണ് കേട്ടോ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ള, അടിപൊളിയാണ്. അങ്ങനെ നമ്മൾ അവിടുന്ന് പാർക്കിംഗ് ഏരിയയിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇത് ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ലിഫ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ട്രിപ്പ് വ്ളോഗ്. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ബൈ.